KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു. മുള്ളൂർക്കരയിൽ നടന്ന KSU SFI സംഘടനത്തിൽ പ്രതികളായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 വിദ്യാർത്ഥികളെയാണ് മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചത്. ഈ സംഭവമാണ് വിവാദത്തിനിടയാക്കിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പോലീസിന്റെ ഈ നടപടിയെ മജിസ്ട്രേറ്റ് കോടതിയടക്കം വിമർശിച്ചിരുന്നു. പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നതോടെ ടിയർ ഗ്യാസും ഉപയോഗിക്കുകയായിരുന്നു. സംഘർഷത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് രംഗം ശാന്തമായത്. സമരം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ കയറ് ഉരുവിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഒരു കാര്യം മാത്രം കേരളത്തിന്റെ പോലീസിന്റെ അടുത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേവലം 6 മാസത്തിനപ്പുറം ഇവിടെ പിണറായി വിജയന്റെ ഭരണം മാറും. ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരും. അന്ന് ഈ ഷാജഹാനെ പോലെയുള്ള പോലീസുകാരുടെ കാക്കി അഴിപ്പിക്കുകയായിരിക്കും. ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യത്തിന്റെ ഒരു പ്രവർത്തകനെയാണ് നിങ്ങൾ കൈവച്ചിരിക്കുന്നത്. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ ഈ ഷാജഹാനെയുള്ള പോലീസുകാരെയെല്ലാം ഒരു ഊളംപാറയിലേക്കോ മറ്റ് ആശുപത്രിയിലേക്കെല്ലാം മാറ്റാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ വടക്കാഞ്ചേരി SHO ഷാജഹാന് നേരെ നടത്തിയത് അക്ഷരാർത്ഥത്തിൽ കൊലവിളി പ്രസംഗമായി മാറി. പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രിയെയും ഗോകുൽ അധിക്ഷേപിച്ചു. നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാലി KSU കമ്മിറ്റി അടിച്ചോടിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് അതിന് നിനക്ക് വേണ്ടി പിണറായി വിജയനല്ല അവന്റെ അച്ഛൻ ചത്തുപോയ മുന്നിൽ കോലം വന്ന് നിന്നാലും വീണ്ടും വീണ്ടും പറയുക, നീ ആ കാട്ടിയൂരി എന്നിറങ്ങുന്നുവോ അന്ന് നിന്റെ മയ്യത്ത് കവറിൽ ഞങ്ങൾ പൂക്കൾ അർപ്പിച്ചിരിക്കും. ഒരു സംശയമില്ല. സമരത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.